കോട്ടയം ജില്ലയിൽ നിന്നാണ് നമുക്ക് കസ്റ്റമർ ഉള്ളത്, വെഡിങ് കസ്റ്റമർ ആയിട്ടാ. എടാ അത്രയും ദൂരത്ത് നിന്ന് ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ തോന്നുന്നു നമ്മുടെ ഷോപ്പില്? ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ബഡ്ജറ്റ് ആണെങ്കിലും അവരുടെയൊക്കെ എല്ലാവരെയും പെരുമാറ്റ രീതിയും എല്ലാം കൊണ്ട് പോകും. സെലക്ഷൻ അടിപൊളി ആണല്ലേ? ഏത് റേറ്റിലുള്ള സംഭവം വെച്ചാലും ഓൾറെഡി ഉണ്ട്. അവര് നമ്മളെ എടുപ്പിച്ച് അടങ്ങത്തുള്ളൂ. അതാണ് മെയിൻ സബ്ജക്ട്. ആദ്യം നമ്മളിപ്പോ ഒരാൾ വന്നെങ്കില് സാധാരണ നമ്മൾ പേണ എടുക്കാതിരിക്കാൻ ഇപ്പൊ ചെയ്യാം. പക്ഷെ അവരങ്ങനല്ല, വേറെ ഇടപെടില്ല പറയാൻ മതി. ഓക്കെ, ഐറ്റംസും അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. ഏത് ബഡ്ജറ്റിലും എന്ത് സംഭവം ഉണ്ട്, അതാണ് മെയിൻ സംഭവം. അപ്പൊ എരുമേലിയിൽ നിന്ന് ഇവിടെ വരെ നമ്മളെ ഈ സുർമ തേടി എത്തിയല്ലോ. വീഡിയോ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അല്ലെ? വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം വീഡിയോ കണ്ട പോലെ തന്നെ അല്ലേ നമ്മുടെ ഷോപ്പ് വന്നിട്ട്? അതിലും ഗംഭീരം ആണോ? നമുക്ക് സന്തോഷം, ഒത്തിരി ഹാപ്പി. ഞാൻ രാവിലെ ഓടി വന്നപ്പോൾ ലിഫ്റ്റ് നിൽക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഓടിപ്പോയത് വീഡിയോ എടുക്കണമെന്നുള്ള വീഡിയോ തീർന്നു പോയി, അതിന്റെ ഫലത്തിൽ ഓടിപ്പോയത് കേട്ടാ. എന്തുകൊണ്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി സെലക്ഷൻ ഉണ്ട്. ഏതെടുക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാരും നല്ല രീതിയിൽ നമുക്ക് വേണ്ടി സഹകരിച്ചു. സ്റ്റാഫൊക്കെ നല്ല രീതിയിൽ നമ്മളോട് രാവിലെ വന്നപ്പോ തൊട്ടേ എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചു. അതല്ലേ? ഐറ്റംസും ഇഷ്ടപ്പെട്ടു. നല്ല സെലക്ഷൻ ഉണ്ട്. അപ്പൊ ഇനി അവിടെ നിന്നുള്ള നിങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാ എത്താൻ പറ്റുമല്ലോ അല്ലേ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കേട്ടായിരിക്കുമല്ലോ അടുത്ത വരുന്നത്. എന്തായാലും സാറ്റിസ്ഫൈഡ് ആയാലും ഒത്തിരി സന്തോഷം. ബ്രൈഡും ഗ്രൂമും നമ്മുടെ തൊട്ട് വരാതെ മാറി നിൽക്കുക കേട്ടോ. വീഡിയോക്കകത്ത് ഉൾപ്പെടുത്ത് കയറിയിട്ടില്ല. അവരെ അളവെടുക്കാനായിട്ട് പോയില്ലേ? അതായത് നമ്മുടെ ഡ്രസ് അളവെടുക്കാനായിട്ട് പോയി. ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊറിയർ അയക്കാം. ലെഹങ്കയാണ് പർച്ചേസ് ചെയ്തത്. ഓക്കെ, അപ്പൊ വെഡിങ്ങിനൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാരും പോരാട്ടോ. നമ്മള് ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല, ഇവര് തന്നെ പറഞ്ഞു തന്നു എത്രത്തോളം ഇതാണെന്നുള്ള കാര്യം. ഓക്കെ, സന്തോഷം. അപ്പം ഇനിയും വരണം. ഓക്കെ, ബൈ. ഒരു ബൈ പറഞ്ഞുതരാം. ബൈ.